നിരന്തരമായി അവഗണിക്കുന്നതിൽ മനംനൊന്ത് സന്ദീപ് വാര്യർ ബി.ജെ.പി വിട്ട് കോൺഗ്രസിൽ ചേർന്നപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ കെ. സുരേന്ദ്രൻ മാന്യതയുടെ എല്ലാ അതിരുകളും ലംഘിച്ചുകൊണ്ടാണ് സന്ദീപ് വാര്യരെ വിമർശിച്ചത്. പല വിധത്തിലുള്ള വ്യക്തിപരമായ വിമർശനങ്ങൾ സുരേന്ദ്രൻ നടത്തി സന്ദീപ് വാര്യർക്കെതിരെ. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതുകൊണ്ട് ബി.ജെ.പിക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് കെ. സുരേന്ദ്രനും പറഞ്ഞു. പാലക്കാട്ടെ സ്ഥാനാർത്ഥി സി. കൃഷ്ണകുമാറും പറഞ്ഞു. എന്നാൽ സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നതിന്റെ എഫക്ട് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിച്ചു. 18,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് ചരിത്ര വിജയം നേടി. അതിനുശേഷം ഒളിഞ്ഞും തെളിഞ്ഞും സന്ദീപ് വാര്യരെ ആക്രമിക്കാനും നിശബ്ദനാക്കാനും കെ. സുരേന്ദ്രനും ബി.ജെ.പിയിൽ അദ്ദേഹത്തെ പിന്താങ്ങുന്ന നേതാക്കളും ശ്രമിച്ചുകൊണ്ടിരുന്നു. സന്ദീപ് വാര്യർ പാണക്കാട്ട് തങ്ങളെ കണ്ടപ്പോൾ അതിനെ വർഗീയവൽക്കരിച്ചു. പൊന്നാനിയിൽ പോയപ്പോൾ വർഗീയവൽക്കരിച്ചു. അതിനെയൊക്കെ തരണം ചെയ്ത് കോൺഗ്രസിന്റെ യുവനേതാവായി സന്ദീപ് വാര്യർ വളരുന്ന കാഴ്ചയാണ് കേരളം കണ്ടത്. മാത്രമല്ല, കെ. സുരേന്ദ്രന്റെ നില പരിതാപകരവുമാണ്. കെ. സുരേന്ദ്രനിലുള്ള വിശ്വാസം കേന്ദ്ര നേതൃത്വത്തിന് നഷ്ടപ്പെട്ടിരിക്കുന്നു. ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷയാക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് കേന്ദ്ര നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു. ശോഭാ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷയാക്കി കെ. സുരേന്ദ്രനെ അധ്യക്ഷ സ്ഥാനത്ത് നിന്നും മാറ്റിയാൽ ബി.ജെ.പി പല തുണ്ടുകളായി ചിന്നിച്ചിതറും എന്നുള്ളത് ഉറപ്പാണ്. കെ. സുരേന്ദ്രനിലുള്ള വിശ്വാസം നഷ്ടപ്പെടാൻ കേന്ദ്ര നേതൃത്വത്തിനുള്ള കാരണം പാലക്കാട്ടെ തെരഞ്ഞെടുപ്പാണ്. ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് വൻ ഭൂരിപക്ഷത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചു കയറിയത്. ബി.ജെ.പിക്ക് സ്വാധീനമുള്ള പല മേഖലകളും കോൺഗ്രസ് സ്വന്തമാക്കി. അതിന് സന്ദീപ് വാര്യരുടെ പങ്ക് ചെറുതല്ല. സന്ദീപ് വാര്യർക്ക് പിന്നാലെ പാലക്കാട് നിന്ന് പല ബി.ജെ.പി പ്രവർത്തകരും പ്രാദേശിക നേതാക്കളും ഒക്കെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന സ്ഥിതിവിശേഷം ഉണ്ടായി. ഇതൊക്കെ കണ്ടുകൊണ്ട് തലയിൽ കൈവച്ചിരിക്കാനേ സുരേന്ദ്രന് കഴിഞ്ഞുള്ളൂ. വയനാട്ടിലൊക്കെയുള്ള പ്രമുഖ നേതാക്കൾ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന അവസ്ഥ, സന്ദീപ് വാര്യർ കോൺഗ്രസിന്റെ യുവതുർക്കിയായി മാറുന്ന അവസ്ഥ, ഇതൊക്കെയാണ് ഇപ്പോൾ സമകാലിക കേരളം കണ്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ അടിവേരറുക്കാൻ സന്ദീപ് വാര്യർ തീരുമാനിച്ചിരിക്കുന്നു. സന്ദീപ് വാര്യർക്ക് കോൺഗ്രസ് സകലവിധ പരിഗണനകളും നൽകിയിരിക്കുന്നു. ഒരു കാലത്ത് ബി.ജെ.പിയുടെ വക്താവായിരുന്നു സന്ദീപ് വാര്യർ. ബി.ജെ.പിക്ക് വേണ്ടി ചാനൽ റൂമുകളിലിരുന്ന് ഘോരം പ്രസംഗിച്ച, ഘോരം ബാധിച്ച സന്ദീപ് വാര്യർ. ആ സന്ദീപ് വാര്യരെയാണ് കെ. സുരേന്ദ്രനും ടീമും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിണക്കിക്കളഞ്ഞത്. അദ്ദേഹത്തെ നിരന്തരം അവഗണിച്ചു. അദ്ദേഹത്തെ നിരന്തരം ആക്ഷേപിച്ചു. അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തി. ആ ഒറ്റപ്പെടുത്തലിന്റെ എല്ലാം അവസാനമാണ് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തിയത്. സന്ദീപ് വാര്യരെ കെ.പി.സി.സി ജനറൽ സെക്രട്ടറി ആക്കാനുള്ള ശ്രമം കോൺഗ്രസ് തുടങ്ങിക്കഴിഞ്ഞു. ചില കോൺഗ്രസ് നേതാക്കൾക്ക് അല്പം പരിഭവമൊക്കെ ഉണ്ടെങ്കിലും സന്ദീപ് വാര്യരുടെ കാലിബർ അത് അവരും അംഗീകരിക്കുന്നു. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ ചേർന്നത് കൊണ്ടാണ് പാലക്കാട് വലിയ ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിച്ചത് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. സന്ദീപ് വാര്യർ ചേർന്നാലും ചേർന്നില്ലെങ്കിലും രാഹുൽ ജയിക്കുമായിരുന്നു എന്നൊക്കെ ചില കോൺഗ്രസ് നേതാക്കൾ പറയുന്നുണ്ടെങ്കിലും ഇത്രയും വലിയ ഭൂരിപക്ഷം ലഭിച്ചത് സന്ദീപ് വാര്യർ കോൺഗ്രസിൽ പോയത് കൊണ്ട് തന്നെയാണ്. മറുവശത്ത് കെ. സുരേന്ദ്രന്റെ നില പരിതാപകരമാണ്. അംശയും ശോഭാ സുരേന്ദ്രനും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച അത് കെ. സുരേന്ദ്രനെ വെട്ടി മാറ്റുന്നതിനുള്ള കൂടിക്കാഴ്ചയാണ് എന്നത് ഉറപ്പ്.